എല്ലാവർക്കും നമസ്കാരം. റെയിൽവേ ജോലിയെ ലക്ഷ്യമിടുന്നവർക്ക് കാത്തിരുന്ന ഒരു വലിയ അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ RRB ALP 2026 നോട്ടിഫിക്കേഷൻ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏകദേശം 11,127 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെയിൽവേ ജോബ് ആഗ്രഹിക്കുന്ന ITI ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേക്കൻസി ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, ആപ്ലിക്കേഷൻ ഫീസ്, സെലക്ഷൻ പ്രോസസ്, എക്സാം പാറ്റേൺ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ALP എന്താണ്? ALP എന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത്. റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലുള്ള ടെക്നിക്കൽ കാറ്റഗറി ജോബാണിത്. റെയിൽവേ ജോബ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷ്യമിടുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് ALP. കാരണം നല്ല സാലറി, ജോബ് സെക്യൂരിറ്റി, അലവൻസസ്, റെയിൽവേ ബെനഫിറ്റ്സ്, ഫ്യൂച്ചർ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ ജോലിയിൽ ലഭിക്കും. വേക്കൻസി ഡീറ്റെയിൽസ്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ തവണ മൊത്തം 11,127 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്സ് അഥവാ RRB സോൺസിലായിരിക്കും ഈ വേക്കൻസീസ് വരുന്നത്. ഡിഫറൻറ്റ് സോൺസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനാൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും വേക്കൻസീസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നല്ല ചാൻസ് ലഭിക്കും. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് May 15, 2026. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ June 14, 2026. അതിനാൽ അവസാന ദിവസം വരെ വെയിറ്റ് ചെയ്യരുത്. വെബ്സൈറ്റ് ട്രാഫിക് കൂടുതലാകുമ്പോൾ പേയ്മെന്റ് ഇഷ്യൂസ്, സെർവർ പ്രോബ്ലംസ് എന്നിവ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏർലിയായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് നോക്കിയാൽ മിനിമം ഏജ് 18 ഇയേഴ്സ്, മാക്സിമം ഏജ് 30 ഇയേഴ്സ്. ഏജ് കാൽക്കുലേഷൻ ഡേറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമായിരിക്കും. അതേസമയം സർക്കാർ നിയമപ്രകാരം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ലഭിക്കും. OBC കാൻഡിഡേറ്റ്സിന് 3 ഇയേഴ്സ് റിലാക്സേഷൻ, SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് റിലാക്സേഷൻ. എലിജിബിൾ ആണോ എന്ന് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷനാണ് ഇനി നോക്കേണ്ടത്. അപ്ലൈ ചെയ്യാൻ കാൻഡിഡേറ്റിന് SSLC 10th പാസ്സായിരിക്കണം,